ചരിത്രപ്രസിദ്ധമായ തലശ്ശേരി ധർമ്മടം ആണ്ടല്ലൂർക്കാവിൽ തെയ്യാട്ടങ്ങൾക്ക് തുടക്കമായി. ഇനി 4 നാൾ ഇഷ്ടദൈവങ്ങളെ കാണാൻ ആണ്ടല്ലൂരിലേക്ക് ജനസഞ്ചയം ഒഴുകിയെത്തും. ശനിയാഴ്ച സന്ധ്യയ്ക്ക് കാവിൽ നിന്നും കൊളുത്തിയ ദീപവും പൂജാദ്രവ്യങ്ങളുമായി പരമ്പരാഗത വഴിയിലൂടെ സ്ഥാനികൻ മേലൂർ കുറുവൈക്കണ്ടി തറവാട്ടിലെ ഗുരുസ്ഥാനത്ത് എത്തി. തടകുളിച്ച് പാച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. മുഴുവൻ ആളുകളും നടവരമ്പിൽ നിന്ന് മാറി നിൽക്കുക. ഇതോടെയാണ് കുട പുറപ്പെടുന്ന ചടങ്ങുകൾ തുടങ്ങിയത്. ഓലക്കുടയുമായി കണിച്ച സ്ഥാനികനും തിരുവായുധവുമായി പെരുംകൊല്ലനുമെത്തി. ചടങ്ങുകൾക്ക് ശേഷം മേലൂർ മണലിൽ എത്തിച്ച കുടയെ ഭക്തർ വണങ്ങി. തുടർന്ന് വ്രതനിഷ്ഠരായ ഭക്തരുടെ അകമ്പടിയോടെ കുട ആണ്ടല്ലൂർ കാവിലേക്ക് പുറപ്പെട്ടു. കുട കാവിന്റെ പരിസരം എത്തിയപ്പോൾ മേലൂർ ദേശവാസികളുടെ വകയായി കരിമരുന്ന് പ്രയോഗം നടന്നു. ദൈവത്താറിന്റെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്ന ഓലക്കുട എത്തിയതോടെ ഞായറാഴ്ച പുലർച്ചെ ഉത്സവത്തിന്റെ ഭാഗമായി കെട്ടിയാട്ടങ്ങൾക്ക് തുടക്കമായി. അതിരാളവും മക്കളും, അതായത് സീതയും ലവകുശന്മാരും, നാഗകണ്ഠൻ, നാഗഭഗവതി, തൂവക്കാരി, മലക്കാരി, പൊന്മകൻ, പുതുച്ചേകോൻ തുടങ്ങിയ തെയ്യങ്ങൾ കെട്ടിയാടും. ഉച്ചയ്ക്ക് കാവിന്റെ മുറ്റത്തെ ആൽച്ചുവട്ടിൽ ബാലിസുഗ്രീവ യുദ്ധം. വൈകിട്ട് 6ഓടെ പ്രധാന ആരാധനാമൂർത്തിയായ ദേവത്താർ അഥവാ ശ്രീരാമൻ പൊന്മുടി അണിയും. ഒപ്പം സഹചാരികളായ അംഗക്കാരനും ബപ്പൂരനും മുടിയണിയും. രാത്രി താഴേക്കാവിലേക്ക് എഴുന്നള്ളത്ത്. താഴേക്കാവിൽ സീതയെ വീണ്ടെടുക്കാൻ ലങ്കയിൽ നടന്ന യുദ്ധത്തെ പ്രതിനിധീകരിക്കുന്ന ആട്ടങ്ങൾ നടക്കും. ബുധനാഴ്ച വരെ ഇങ്ങനെ തെയ്യാട്ടങ്ങൾ തുടരും. ഉത്സവം തുടങ്ങിയാൽ ധർമ്മടം പഞ്ചായത്തിലെ ആണ്ടല്ലൂർ, മേലൂർ, ധർമ്മടം, പാലയാട് ദേശക്കാർക്ക് രാവെന്നോ പകലെന്നോ ഇല്ല. ഒരേ മനസ്സോടെ ഏതു നേരവും ക്ഷേത്രത്തിലേക്ക് കൂട്ടമായും തനിച്ചും അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. തെയ്യക്കോലങ്ങളുടെ അപൂർവത കൊണ്ടും വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ് ഇവിടം. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ചടങ്ങുകളുടെ പേര് പോലും. തേങ്ങാത്താക്കൽ, ചക്കക്കൊത്തൽ, കുളുത്താറ്റൽ, മെയ്യാലുകൂടൽ, തടവു പൊളിച്ച പാച്ചൽ, നിരക്കിപ്പാച്ചൽ, തറമ്മൽ തിക്ക്, കഴച്ചൂൺ തുടങ്ങി ഉത്സവവുമായി ബന്ധപ്പെട്ട നിരവധി ചടങ്ങുകളുണ്ട്. കുംഭം 1 മുതൽ 7 വരെയാണ് പ്രധാന ഉത്സവ ദിനങ്ങൾ. കുംഭം 2-ന് ക്ഷേത്രത്തിൽ ചക്കകൊത്തൽ ചടങ്ങ് കഴിഞ്ഞ് ഗ്രാമവാസികൾ ചക്ക കഴിക്കൂ. ആദ്യ ഫലം ദേവന് സമർപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഉത്സവം രാമായണ കഥ ഇതിവൃത്തമാവുന്ന തെയ്യാട്ടങ്ങളാണ്. പ്രധാന ആരാധനാമൂർത്തിയായ ദൈവത്താർ ശ്രീരാമനാണ്. അംഗക്കാരൻ ലക്ഷ്മണൻ, ബപ്പൂരാൻ ഹനുമാൻ, അതിരാളവും മക്കളും സീതയും ലവകുശന്മാരും ഇതും കെട്ടിയാടുന്നു. രാമായണ കഥയുമായി ബന്ധമില്ലാത്ത മലക്കാരി, പൊന്മകൻ, പുതുച്ചേകവൻ, വേട്ടയ്ക്കൊരു മകൻ, തുവക്കാലി, നാഗകണ്ഠൻ, നാപ്പോതി, നാഗഭഗവതി തുടങ്ങിയ തെയ്യങ്ങളും കെട്ടിയാടും. ഉത്സവത്തിന്റെ വ്രതശുദ്ധിയോടെ ഉത്സവത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് തലശ്ശേരി ധർമ്മടം ആണ്ടല്ലൂർക്കാവ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനായി ആണ്ടല്ലൂർക്കാവും ദേശവാസികളും ഒരുങ്ങിയിരിക്കുകയാണ്. ഫെബ്രുവരി 13 മുതൽ 19 വരെ, അതായത് കുംഭം 1 മുതൽ 7 വരെയാണ് ഉത്സവം. ഉത്സവം തുടങ്ങിയാൽ ധർമ്മടം പഞ്ചായത്തിലെ ആണ്ടല്ലൂർ, മേലൂർ, ധർമ്മടം, പാലയാട് ദേശക്കാർക്ക് രാവെന്നോ പകലെന്നോ ഇല്ല. ഏതു നേരവും ഇവർ ക്ഷേത്രത്തിലേക്ക് കൂട്ടമായും തനിച്ചും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. തെയ്യക്കോലങ്ങളുടെ അപൂർവത കൊണ്ടും വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ് ഇവിടം. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് നേരത്തെ പറഞ്ഞതുപോലെ ചടങ്ങുകളുടെ പേര് പോലും. ബാലിസുഗ്രീവ യുദ്ധം കുംഭം 4-ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ക്ഷേത്രമുറ്റത്ത് നടക്കുക. ഉത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഇത്. വൈകിട്ട് മെയ്യാലുകൂടൽ, തർമ്മൽ കയറൽ, തുടർന്ന് ദൈവത്താർ പൊന്മുടിയണിയും. ഇതോടെ സഹചാരികളായ അംഗക്കാരനും ബപ്പൂരാനും തിരുമുടിയണിയും. രാത്രി താഴേക്കാവിലേക്ക് എഴുന്നള്ളത്ത്. താഴേക്കാവിലെ ചടങ്ങുകൾക്ക് ശേഷം മേലേക്കാവിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത്. വ്രതശുദ്ധിയോടെയാണ് ആണ്ടല്ലൂർക്കാവിലെ ഉത്സവം നടക്കുക. മത്സ്യവില്പനക്കാർ ഈ സമയത്ത് ഗ്രാമത്തിലേക്ക് വരികയില്ലത്രേ. ഹോട്ടലുകളിലും സസ്യാഹാരം മാത്രമേ ലഭിക്കൂ. പ്രധാന ആരാധനാമൂർത്തിയായ ദൈവത്താറിനൊപ്പം നിൽക്കുന്നവരാണ് മെയ്യാലുകൂടുന്നവർ. മെയ്യാലുകൂടുന്നവർ ഗ്രാമം വിട്ടു പോകരുത് എന്നത് അലിഖിത നിയമമാണ്. കുളുത്താറ്റിയവർ എന്നാണ് വ്രതനിഷ്ഠരായവർ അറിയപ്പെടുന്നത്. ദൈവത്താറിനൊപ്പം നിൽക്കുന്ന വാനരപ്പടയാണ് ഇവരെന്നാണ് സങ്കല്പം. വേലിയേറ്റവും വേലിയിറക്കവും നോക്കിയാണ് ക്ഷേത്രത്തിലെ ചടങ്ങ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.